അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാന്യ സഹോദരങ്ങളെ, പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമളാനിലൂടെയാണല്ലോ നാം പോയിക്കൊണ്ടിരിക്കുന്നത്. സൽക്കർമ്മങ്ങൾക്ക് ഏറെ പ്രതിഫലം ലഭിക്കുന്ന ഈ പുണ്യമാസത്തിലെ ഓരോ നിമിഷവും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനു വേണ്ടി വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. പരിശുദ്ധമായ ഖുർആനിൻ്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് പുണ്യ റമളാൻ. ഈ ഖുർആൻ ലോകത്ത് ഏറ്റവും വലിയ മാറ്റം സൃഷ്ടിച്ചിട്ടുള്ള മഹത്തായ ഗ്രന്ഥമാണ്. നമുക്കറിയാം, ഒരു സമൂഹം രൂപപ്പെടുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. നീണ്ട സംവത്സരങ്ങളിലൂടെയാണ് ലോകത്ത് നാഗരികതകൾ രൂപം കൊണ്ടിട്ടുള്ളത്. പക്ഷേ ആ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ ഉണ്ടാക്കിയ മാറ്റം തികച്ചും വ്യത്യസ്തമാണ്. 23 വർഷക്കാലമെന്ന വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടം കൊണ്ട് ഒരു സമൂഹത്തിൻ്റെ ചിന്തകളെയും കാഴ്ചപ്പാടുകളെയും വീക്ഷണങ്ങളെയും ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയുമെല്ലാം മാറ്റിമറിക്കുകയും ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യവും ഊടും പാവും നൽകി മനുഷ്യ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കൃത്യമായ ദിശ നിർണ്ണയിക്കാൻ സാധിച്ചതാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അതുമാത്രവുമല്ല, ഒരു ഗ്രന്ഥത്തിലെ വചനങ്ങൾ ഘട്ടം ഘട്ടമായി അവതരിക്കപ്പെടുകയും ആ അവതരണത്തിനനുസരിച്ചുകൊണ്ട് ഒരു ജനത രൂപപ്പെടുകയും ചെയ്തതിൻ്റെ ചരിത്രം വിശുദ്ധ ഖുർആനിനല്ലാതെ മറ്റൊരു ഗ്രന്ഥത്തിനും മറ്റൊരാദർശത്തിനും അവകാശപ്പെടാനില്ലാത്തതാണ്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അവരിലേക്ക് നിരക്ഷരനായ ഒരു പ്രവാചകനെ ആ നിരക്ഷരരായ ജനതയിലേക്ക് നിയോഗിച്ച റബ്ബ്, ആ പ്രവാചകൻ വന്നുകൊണ്ട് അവർക്ക് അള്ളാഹുവിൻ്റെ വചനങ്ങൾ പാരായണം ചെയ്തു കൊടുക്കുകയും അവരെ സംസ്കരിച്ചെടുക്കുകയും ചെയ്തു എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. മുമ്പ് ആ ജനത വ്യക്തമായ വഴികേടിലായിരുന്നു. അങ്ങനെയുള്ളൊരു ജനതയെ വേദഗ്രന്ഥം അതിലെ വചനങ്ങൾ ഓതിക്കൊടുത്തും ആ വചനങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പ്രവാചകൻ്റെ ജീവിതചര്യ അവർക്ക് നൽകിക്കൊണ്ടുമാണ് അള്ളാഹു ആ സമൂഹത്തെ മാറ്റിയെടുത്തത്. വിശുദ്ധ ഖുർആൻ ഒന്നാമതായി കൈവച്ചിട്ടുള്ള മേഖല വിശ്വാസരംഗത്താണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം മനുഷ്യനെ മാറ്റുന്നത്, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾക്ക് ലക്ഷ്യം നൽകുന്നത് തീർച്ചയായും അവൻ്റെ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ മിൻ ഇബാദത്തിൽ ഇബാദ് ഇലാ ഇബാദത്തില്ലാഹി വഹ്ദ, വ്യത്യസ്തങ്ങളായ സൃഷ്ടിജാലങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും ഏകനായ അള്ളാഹുവിൻ്റെ ആരാധനയിലേക്ക് സമൂഹത്തെ നയിച്ചു എന്നതാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മനുഷ്യൻ ചൂഷണം ചെയ്യപ്പെടുന്ന, വഞ്ചിക്കപ്പെടുന്ന എല്ലാവിധ വിശ്വാസ വൈകല്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് ചൂഷണമുക്തമായ ഏത് മനുഷ്യൻ്റെയും ബുദ്ധി കൊണ്ട് നേർക്കുനേരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഏകദൈവ ആരാധന ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഈ മാറ്റം സാധ്യമായി തീർന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യമെന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്തിനു വേണ്ടി ജീവിക്കുന്നു, എന്തിനു വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു, എന്തിനു വേണ്ടി ആരാധനകൾ നിർവഹിക്കുന്നു, എന്തുകൊണ്ട് ഞാൻ നല്ലവനായിത്തീരണം, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് മരണാനന്തര ജീവിതമെന്ന ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസ പ്രമാണം മനുഷ്യന് നൽകുന്നത്. വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഇബുൻ വലഹു വ ഇന്ന ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ ലൗ കാനൂ യഅലമൂൻ. തീർച്ചയായും ഐഹിക ജീവിതം എന്നത് കളിയും വിനോദവുമാണ്. എന്നാൽ പരലോകമാണ് യഥാർത്ഥ ജീവിതം അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. ഈ ലോകം നശ്വരമാണ്, അതൊരിക്കലും ശാശ്വതമല്ല. ശാശ്വതമായ ജീവിതം
യഥാർത്ഥ ജീവിതം മരണത്തോടുകൂടി ആരംഭിക്കുന്നതാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് ആ മരണശേഷം വരാനിരിക്കുന്ന ജീവിതത്തിൽ രക്ഷയും സമാധാനവും ലഭ്യമാകണമെങ്കിൽ ഈ ലോക ജീവിതത്തിൽ അരുതുകളും അരുതായ്മകളും കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൻ്റെ ഓരോ കർമ്മരംഗങ്ങളിലും ശരിതെറ്റുകളെ വേർതിരിച്ചു മനസ്സിലാക്കിക്കൊണ്ട് ധർമാധിഷ്ഠിതമായൊരു ജീവിതം ഞാൻ നയിക്കണമെന്ന ബോധമാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യന് നൽകുന്നത്. ആ ബോധമാണ് 23 വർഷക്കാലം കൊണ്ട് ജീവിതവുമായി അള്ളിപ്പിടിച്ച് നിന്നിരുന്ന വിധത്തിലുള്ള തിന്മകളെയും പിഴുതെറിഞ്ഞുകൊണ്ട് സംസ്കൃത ചിത്തരായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ വിശുദ്ധ ഖുർആനിന് സാധ്യമായി തീർന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരാശയം അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രായോഗികത എന്നത് വളരെ പ്രധാനമാണ്. ലോകത്ത് മികച്ച ആശയങ്ങൾ അവതരിപ്പിച്ച പല ആളുകളുണ്ട്. പക്ഷേ അവയിൽ പലതും വാചികമായി പറയാറുള്ള പോലെ തന്നെ നമുക്കറിയാം ഉട്ടോപ്യൻ ആശയങ്ങളായിരുന്നു എന്നതാണ്. എന്നാൽ പറയുന്ന കാര്യത്തിനനുസരിച്ച് വ്യക്തി ജീവിതത്തിലൂടെ തന്നെ അതിൻ്റെ മാതൃകയായി വർത്തിക്കുകയും അങ്ങനെ ഏത് കാര്യങ്ങളാണോ താൻ പറയുന്നത് അതിനനുസരിച്ച് അതിൻ്റെ പ്രായോഗിക തലം ജനങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത മാതൃക പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനാകുന്ന ദൈവിക വചനങ്ങളുടെ ജീവിക്കുന്ന പതിപ്പായി പ്രവാചകനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആശയത്തിന് മാതൃകയായി ഒരു വ്യക്തി ഉണ്ടായി എന്നതാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമാത്രവുമല്ല, ആ പ്രവാചകൻ വന്നുകൊണ്ട് പഠിപ്പിച്ച കാര്യങ്ങളുടെ പ്രത്യേകത വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആറാഫ് 157 വചനത്തിൽ നമുക്ക് കാണാം. വേദക്കാരായ ആളുകളുടെ കയ്യിലിരിക്കുന്ന തങ്ങളുടെ വേദഗ്രന്ഥത്തിൽ തന്നെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളതാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ, നന്മയായ കാര്യങ്ങൾ അവരോട് കൽപ്പിക്കുന്നു, തിന്മകൾ വിരോധിക്കുന്നു. വയുഹല്ലു ലഹുമുത് തയ്യിബാതു വയുഹരിമു അലൈഹിമുൽ ഖബായിസ്, എല്ലാവിധത്തിലുമുള്ള നല്ല കാര്യങ്ങൾ അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നു, എല്ലാവിധ മ്ലേച്ഛതകളെയും അവർക്ക് നിരോധിക്കുകയും ചെയ്യുന്നു. വയലൗ അൻഹും ഇസ്റഹും വൽ അഗ്ലാലല്ലതീ കാനത് അലൈഹിം, അവരിലുണ്ടായിരുന്ന എല്ലാവിധത്തിലുള്ള ഭാരങ്ങളെയും ഇറക്കി വെക്കുകയും അവരുടെ മുതുകളിലുണ്ടായിരുന്ന ചങ്ങലകളിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ്. അഥവാ പൗരോഹിത്യം സൃഷ്ടിച്ചെടുത്ത പൂർവികരായ ആളുകൾ ഉണ്ടാക്കി തീർത്ത എല്ലാവിധത്തിലുള്ള ബന്ധനങ്ങളുടെയും ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജനതയെ മോചിപ്പിച്ചെടുക്കുകയാണ്. അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന, അവനെ മാത്രം ആരാധിക്കുന്ന, മരണാനന്തരം വരാനിരിക്കുന്ന സ്വർഗത്തിനു വേണ്ടി നിഷ്കളങ്കമായി ആത്മാർത്ഥമായി പണിയെടുക്കുന്ന, ജീവിതത്തിൻ്റെ ലക്ഷ്യവും അർത്ഥവും കണ്ടെത്തിയ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചു. അതും വളരെ ചുരുങ്ങിയൊരു കാലഘട്ടം കൊണ്ട് എന്നതാണ് വിശുദ്ധ ഖുർആൻ ഉണ്ടാക്കിയ സാമൂഹിക വിപ്ലവത്തിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദൈവഭയവും അതേപ്രകാരം തന്നെ പരലോക ചിന്തയും സകല തിന്മകളിൽ നിന്നും അവരെ അകറ്റി നിർത്തി കർമ്മോത്സുകരായ ഒരു സമൂഹത്തെ ഖുർആൻ സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു. കാരണം ആലസ്യത്തിൽ കഴിയേണ്ടതല്ല ജീവിതം. വസാരിയൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും അതുപോലെ തന്നെ ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെടൂ എന്ന് കൽപ്പിച്ചുകൊണ്ട് ജീവിതം ആലസ്യത്തിൽ കഴിയാനുള്ളതല്ല, ലഭ്യമായ ഓരോ നിമിഷവും നന്മയ്ക്ക് വേണ്ടി അത്യധ്വാനം ചെയ്യാൻ, സ്വർഗത്തിനു വേണ്ടി പണിപ്പെടാനുള്ളതാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് കർമ്മോത്സുകരായ ഒരു ജനതയെ വിശുദ്ധ ഖുർആൻ സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതേപ്രകാരം തന്നെ സകലവിധത്തിലുള്ള അജ്ഞതകളുടെയും ചങ്ങലക്കെട്ടുകളിൽ ബന്ധിതരായിരുന്ന ആ ജനസമൂഹത്തിൽ വിശുദ്ധ ഖുർആൻ ഉണ്ടാക്കിയ മാറ്റം വൈജ്ഞാനികമായ ഒരു വിപ്ലവം കൂടിയാണ്. ആദ്യ വചനം തന്നെ ഇഖ്റ എന്ന് പഠിപ്പിച്ചുകൊണ്ട് വായിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട് വായനയെയും മനനത്തെയും പഠനത്തെയും അതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ചു. അതുവഴി വിശുദ്ധ ഖുർആനാകുന്ന വാക്ക് തന്നെ സൂചിപ്പിക്കുന്ന പോലെ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന, ലോകത്തെ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥമായി വിശുദ്ധ ഖുർആൻ നിലനിൽക്കുകയാണ്. ആ ഗ്രന്ഥം ഉണ്ടാക്കി തീർത്ത മാതൃകാപരമായ ഒരു ജനത,
ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പകർത്താവുന്ന ഒരു ജനത. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ. അപ്രകാരം നിങ്ങളെ നാം ഒരു മാതൃകാ സമൂഹമാക്കി, ഒരു മധ്യമ സമൂഹമാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് ഖുർആനിൻ്റെ അനുയായികളെ ഖുർആൻ തന്നെ വിശേഷിപ്പിക്കുന്നത്. എന്തിനു വേണ്ടി? നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകാനും പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയാകാനും വേണ്ടി. അഥവാ മഹാനായ പ്രവാചകൻ്റെ മാതൃക, ആ മാതൃക പകർത്തിയ ഒരു അനുയായി വൃന്ദം, ആ അനുയായി വൃന്ദം ലോകത്തിൻ്റെ മുമ്പിൽ നന്മയുടെ മാതൃകളായി എക്കാലവും ജീവിക്കുക. അതാണ് വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തി തരുന്ന കാര്യം. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ അള്ളിപ്പിടിച്ച് നിന്നിരുന്ന എല്ലാവിധ തിന്മകളുടെ പുഴുക്കുത്തുകളിൽ നിന്നും അവരെ മോചിപ്പിച്ചെടുക്കാൻ വിശുദ്ധ ഖുർആനിന് സാധിച്ചു. മരണപ്പെട്ടാൽ മുന്തിരിവള്ളിയുടെ താഴെ മറവ് ചെയ്യണമെന്ന് കവിത എഴുതാൻ മാത്രം മദ്യാസക്തരായിരുന്നൊരു ജനസമൂഹത്തെയാണ് കേവലമായ ഒരു വചനത്തിൻ്റെ അവതരണം കൊണ്ട് ഫഹൽ അൻതും മുൻതഹുൻ, വിരമിക്കുന്നില്ലേ നിങ്ങൾ എന്നൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ആ ജനതയുടെ പിഴുതുമാറ്റാൻ പ്രയാസമായിരുന്ന ഒരു ശീലത്തെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ വിശുദ്ധ ഖുർആനിന് സാധിച്ചു. അതിൻ്റെ കാരണം അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിലുള്ള വിശ്വാസത്താലും പരലോക ബോധത്താലും സംസ്കരിക്കപ്പെട്ടിരുന്നു എന്നതാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ജീവിതത്തിലെ അവരുമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ശീലങ്ങളെപ്പോലും ഇല്ലായ്മ ചെയ്യാൻ, പിഴുതെറിയാൻ അവർക്ക് പ്രയാസമുണ്ടായി തീർന്നില്ല. വ്യഭിചാരമാകട്ടെ, പലിശയാകട്ടെ, കൊലപാതകമാകട്ടെ, ഇതിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. യുദ്ധഭൂമിയിൽ മുറിവേറ്റ് കിടക്കുന്ന സഹോദരനു വേണ്ടി ദാഹജലം കൈമാറുന്ന ഏറ്റവും വലിയ ദീനാനുകമ്പയുടെ സ്നേഹത്തിൻ്റെ മാതൃകയായി മാറിയത് വർഷങ്ങളോളം നിസ്സാര കാര്യത്തിനു വേണ്ടി യുദ്ധം ചെയ്ത അതേ ജനതയാണ്. ആ സാഹോദര്യവും ഐക്യബോധവും അവരിൽ ഉണ്ടാക്കി തീർത്തത് ഇസ്ലാം പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ച മാനവികതയുടെ സന്ദേശമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേ വിധത്തിൽ തന്നെ സാമ്പത്തിക രംഗത്ത് ഒട്ടനവധി ചൂഷണങ്ങൾ നടത്തിയിരുന്ന, പലിശ ഒരു പൊതു സ്വഭാവമായി മാറിയിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് നിങ്ങൾ ഒരിക്കലും ഇരട്ടിയായി പലിശ തിന്നരുത് എന്ന് പഠിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക സുരക്ഷിതത്വത്തിൻ്റെയും സാമ്പത്തിക വിശുദ്ധിയുടെയും മഹത്തായ പാഠങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്തത്. അതിലൂടെ അന്യൻ്റെ വയറിൻ്റെ വേദനകൾ അറിയുന്ന, കണ്ണുനീരിൻ്റെ കയ്പറിയുന്ന ഒരു ജനതയായി, സ്നേഹത്തിൻ്റെ മാതൃകയായ ഒരു ജനതയായി അവർ മാറുകയാണ്. വഅ്ബുദുല്ലാഹ് വലാ തുശ്രിക്കൂ ബിഹി ഷൈഅ. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബാധ്യത അള്ളാഹുവിനെ ആരാധിക്കലാണ്, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത് എന്ന് പഠിപ്പിച്ച ശേഷം 4-ാമത്തെ അധ്യായം 36-ാമത്തെ വചനത്തിലൂടെ വബിൽ വാലിദൈനി ഇഹ്സാന വബിദിൽ ഖുർബ വൽ യഥാമ വൽ മസാക്കീൻ വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുൻബി വസ്വാഹിബി ബിൽ ജംബി വബിനിസ് സബീൽ എന്നിങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് ദൈവികാരാധന കഴിഞ്ഞാൽ നിങ്ങളുടെ ബാധ്യത നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവരാകണം. അതേപോലെ തന്നെ നിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന അഗതികളായ ആളുകളുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നവരാകണം. അയൽവാസിയായിട്ടുള്ള, അത് ബന്ധുവാകട്ടെ ബന്ധു അല്ലാത്തവനാകട്ടെ, അവന് നന്മകൾ ചെയ്യണം. നിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർക്കും അതുപോലെ മറ്റുള്ള ആളുകൾക്കുമെല്ലാം നന്മകൾ ചെയ്യുന്നവരാകണം നിങ്ങൾ എന്ന്, തൊഴിലാളിയുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്നവരാകണം നിങ്ങളെന്ന് മനുഷ്യ ജീവിതത്തിലെ നന്മയുടെ വിശാലമായ മേഖലകൾ വിശുദ്ധ ഖുർആൻ മനുഷ്യരെ ബോധ്യപ്പെടുത്തുകയാണ്. ഖുർആൻ നന്മയായി എന്തു പഠിപ്പിച്ചുവോ അതെന്നും നന്മയാണ്. ഖുർആൻ തിന്മയെന്ന് ഏതിനെക്കുറിച്ച് പറഞ്ഞുവോ അതെന്നും തിന്മയാണ്. അതുകൊണ്ട് അഡ്രസ്സുള്ളൊരു സമൂഹം ലോകത്തുണ്ടാകണമെങ്കിൽ, ധർമ്മനിഷ്ഠമായൊരു സമൂഹം ലോകത്തുണ്ടാകണമെങ്കിൽ, പീഡനങ്ങൾ നടക്കാത്തൊരു സമൂഹം ലോകത്തുണ്ടാകണമെങ്കിൽ, ശാശ്വത സമാധാനത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരു ജനത ലോകത്തുണ്ടാകണമെങ്കിൽ ഈ ദൈവിക ഗ്രന്ഥം പഠിപ്പിക്കുന്ന നന്മകൾ, ആദർശങ്ങൾ മനുഷ്യൻ സ്വീകരിക്കലാണ് അതിലുള്ള മാർഗം. ആ മഹത്തായ ഗ്രന്ഥം അത് കേവലം ഒരു സങ്കല്പമല്ല, യാഥാർത്ഥ്യത്തിൻ്റെ ജീവിക്കുന്ന മാതൃകൾ ലോകത്ത് നൽകിക്കൊണ്ടാണ് ഈ ഗ്രന്ഥം അതിൻ്റെ ആശയങ്ങൾ ലോകത്തോട് സംസാരിക്കുന്നത്. അത് തിരിച്ചറിയാൻ, അത് പഠിക്കാൻ, മനസ്സിലാക്കാൻ തീർച്ചയായും ഈ റമദാൻ ഉപയോഗപ്പെടണം.
നാഥൻ അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലൻ നബിയ്യി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.